നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കൂ. ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ സന്ദേശം നോക്കുമ്പോൾ ഇതൊരു യാദൃശ്ചികമായ കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതുമല്ല. ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു അവസാനം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇനി അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല എന്നൊരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു. പല കാര്യങ്ങളിലും ഒരു ആകുലത അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു രീതിയിലുള്ള ഉത്കണ്ഠ പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട്. മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാ ഭാരവും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വിഷമങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. അത്തരം കഷ്ടപ്പാടുകളുടെ ആ വിഷമതകളുടെ അധ്യായം അവസാനിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അടയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ഈ സമയം ദുരിതങ്ങൾ, അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ദുരിതപൂർണമായ അവസ്ഥകളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. പല വിധത്തിലും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആകുലതകളായി മാറുന്നുണ്ട്. പല കാര്യങ്ങൾ ഇനിയും നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പോലും ചിന്തിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ സമാധാനം അനുഭവപ്പെട്ടിരുന്നു എങ്കിലും അത് തുടരുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അത് അകലുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ച് പോരുന്നത് തടസ്സങ്ങൾ തന്നെയാണ്. ആ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് വ്യക്തമായ ഒരു പാത നിങ്ങൾക്ക് മുൻപിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥമായ പല കാര്യങ്ങളും ശക്തികൾ എന്ന് തന്നെ പരാമർശിക്കാം. അത് നിങ്ങൾ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളിൽ അത് ഉറങ്ങിക്കിടക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം ശക്തികൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ആ സവിശേഷമായ ഊർജം അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് എങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതായ സമയമായിരിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ശക്തിയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതം പലപ്പോഴും കയ്യിൽ നിന്നും വഴുതിപ്പോയ പല കാര്യങ്ങളും അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. പലരും പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളെ
വളരെയധികം അവഗണിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ എല്ലാ സമയത്തും ദൈവാംശമായ ആത്മാവ് നിങ്ങൾക്ക് യഥാർത്ഥ വഴി കാട്ടുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയോ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ശക്തിയും അത് തീർച്ചയായും മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. വിജയങ്ങൾ പലതും നിങ്ങൾക്ക് മുൻപിലുണ്ട്. എന്നാൽ പലതും വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ വിജയത്തിലേക്കുള്ള താക്കോൽ തന്നെ ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുകയും ഒരു പുതിയ അധ്യായം തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. മുൻപിൽ പലവിധ അപകടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ അപകടങ്ങളിൽ നിന്നുമുള്ള ഒരു രക്ഷ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ പ്രധാന സന്ദേശം നിങ്ങൾക്ക് ഈ സമയം കേൾക്കുവാൻ പോലും സാധിച്ചത് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണീരോടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ കണ്ണുനീർ ഒഴുക്കിയ ഏതെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അത്തരം വഴികൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ശാശ്വതമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് സമാധാനമുണ്ട് എങ്കിൽ, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. തീർച്ചയായും ചില കാര്യങ്ങളിലേക്കുള്ള യാത്ര തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. അത് ധനപരമായ കാര്യങ്ങളിലേക്ക് പോലുമാകാം. നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ അത് വിജയങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മുൻപിൽ ഒരുങ്ങാൻ പോകുന്നു എന്ന് പറയാം. പല കാര്യങ്ങളും അടഞ്ഞു കിടന്നിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അടഞ്ഞു കിടന്നതായ പല അവസരങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. അത്ഭുതകരമായ ഒരു സമയം തന്നെയാണ് നിങ്ങളിലേക്ക് ഇനി കടന്നു വരാനായി പോകുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. കഠിനാധ്വാനം മുഖമുദ്രയാക്കി പ്രവർത്തിച്ച സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് അനുകൂലമാകാവുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അദൃശ്യമായ ചില വ്യക്തികൾ, അദൃശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളിൽ സംരക്ഷകരായി നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ അദൃശ്യരായ ആ സംരക്ഷകരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പൂർവികർ അഥവാ പിതൃക്കൾ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുകയോ നിങ്ങളുടെ ആപത്തിൽ നിന്നും രക്ഷയായി നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവർ സാക്ഷികളായി നിലകൊള്ളുന്ന സാഹചര്യമുണ്ട്. ഓരോ ശ്വാസത്തിലും അവർ നിങ്ങളെ പല വിധത്തിലും രക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അപകടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ ആ അപകടങ്ങളിൽ നിന്ന് പോലും നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളെ രക്ഷിച്ച് ഒരു കാവൽക്കാരായി നിലകൊള്ളുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പിതൃക്കളുടെ പോലും ഒരു രക്ഷാ കവചം നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അതിനാൽ തന്നെ പല വ്യക്തികളും നിങ്ങളെ ലക്ഷ്യം വച്ചു എങ്കിൽ പോലും അവർ പരാജയപ്പെടുത്തണം എന്ന ആഗ്രഹത്തോടെ അല്ലെങ്കിൽ കൂടുതൽ വിഷമിപ്പിക്കണം എന്ന ചിന്തകൾ പോലും അവരിൽ നിന്നും ക്രമേണ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്ന ചില കൊടുങ്കാറ്റുകളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാം.
മറഞ്ഞിരുന്ന അപകടങ്ങൾ തന്നെ വളരെ കൂടുതലായിരുന്നു. അത്തരത്തിൽ മറഞ്ഞിരുന്നിരുന്നതായ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകി. അത്തരം ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റുകയും ചെയ്തു. ഈ സമയം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തി കഴിഞ്ഞതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർക്കിനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങളെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. നിങ്ങളുടെ മനസ്സ് കൂടുതൽ വിഷമിക്കണം എന്നും അവർ ചിന്തിച്ചു. എന്നാൽ കാലം അവർക്ക് നൽകിയത് അവന്റെ ജീവിതത്തിലെ എല്ലാ പദ്ധതികളും താളം തെറ്റുന്നത് കാണുക എന്നതിനായിരുന്നു. നിശബ്ദതയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണമില്ലായ്മയുടെ കാലം അവസാനിച്ചു കഴിഞ്ഞു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ ഈ സമയം ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായി തന്നെ മാറും. തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ പലരും വിഷം കുത്തിവയ്ക്കുവാൻ, വാക്കുകളാൽ വിഷം കുത്തിവയ്ക്കുവാൻ പലരും ശ്രമിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നത് വാസ്തവമാണ്. പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെ ഉപദ്രവിക്കുവാനുള്ള പല വ്യക്തികളുടെയും ശ്രമങ്ങൾ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് നീതിയുടെ ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും നീതി നിഷേധിച്ചതായ സാഹചര്യമുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെ ക്ഷമ നശിച്ചു കഴിഞ്ഞു എന്ന ചിന്ത പലർക്കുമുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് സംരക്ഷണമായി ഭഗവാൻ മുന്നിലേക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി മുന്നിലേക്ക് വരികയാണ്. സംരക്ഷണത്തിന്റെ ഊർജമാണ് ഇനി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. ആരാണോ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അവരെ മനസ്സിലാക്കി തിരികെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുന്നോട്ടുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു സംരക്ഷണം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് മുൻപിൽ ഒരു സംരക്ഷണം നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഈ സമയം നിങ്ങളുടെ കാൽവയ്പുകൾ, ചുവടുവയ്പുകൾ അത് ധൈര്യത്തോടെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും പല മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിമനോഹരമായ ചില അധ്യായങ്ങൾ കൂടി ഭഗവാൻ എഴുതി ചേർത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഓരോ വേദനകളിലും, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളിലും അതിൽ നിന്നും ഒരു മാറ്റങ്ങൾ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യം. ഇനി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നതായ ആ വിജയത്തെ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കുക എന്ന കാര്യം ചെയ്യണം. സമാധാനം അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ ആ സമാധാനം അത് നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ആഘാതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ഒഴുകിയെത്താൻ പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം കാര്യങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഒരു കാര്യത്തിലും സംശയിക്കേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. പൂർണ്ണത പല കാര്യങ്ങളിലും അനുഭവഭേദ്യമാകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത്. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഷമിക്കുന്നത്, ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം തന്നെയാണ് വന്നു ചേരുക. ചിരിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളെയും മനസ്സിൽ ഒതുക്കുന്ന നിങ്ങൾക്ക് അതിൽ ഒരു മാറ്റമാണ് സംഭവിക്കുക. കാരണം താങ്ങി നിർത്തുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുണ്ട് എന്ന സത്യം ഇതിനകം മനസ്സിലാക്കുന്നു.
ചില കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നു എങ്കിൽ അത് വെറും തോന്നലാണ്. അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്തു നിന്നും ചില കാര്യങ്ങൾ വീണ്ടും ആരംഭിച്ച് അത് വിജയത്തിലേക്ക് എത്താം. നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നതാണ് വാസ്തവം. കാരണം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രയത്നങ്ങളെയും സ്നേഹങ്ങളെയും അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞിട്ടുള്ളതായ ആ വാക്കുകൾ അതുപോലും പലരും തെറ്റിദ്ധരിച്ചിരുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ വിലങ്ങുതടിയായി പല കാര്യങ്ങളും ഒഴിവായി പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്കെതിരെ പലരും നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ അത് വെറുതെ ആകില്ല എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിജയത്തിന്റെ അടിത്തറ പല കാര്യങ്ങളിലും പാകുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. സമൃദ്ധിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഗൗരവമേറിയതായ കാര്യം, തീർച്ചയായും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. ഈ സമയം നിങ്ങളുടെ പുഞ്ചിരി അത് നിങ്ങളിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ഇനി നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആഘാതം കുറയും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ ശാന്തമായി തന്നെ ഇരിക്കണം. ശാന്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഭാരങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഭാരം അത് ചുമക്കുന്നതായ സാഹചര്യം മാറ്റുവാൻ സാധിക്കും. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാകാം. ഇത്തരം ചില കാര്യങ്ങൾ ഓരോ നിമിഷവും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കരുത്, നിങ്ങളിൽ നിന്നും അകന്നു പോകണം എന്ന രീതിയിൽ തെറ്റായ വഴിയിലേക്ക്, ചിന്തകളിലേക്ക് ഒരു പക്ഷേ നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പലരും തള്ളിവിടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം കൊടുങ്കാറ്റായി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ ശരിയായ പാത തുറന്നു തരുന്ന സാഹചര്യം ഉണ്ടാകും എന്നത് വാസ്തവമാണ്. തീർച്ചയായും ഈ സമയം ദൈവാംശമായ ആത്മാവ് നിങ്ങളോട് പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വിവേകത്തോടെ തന്നെ മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും നിങ്ങളെ പലരും കുറ്റപ്പെടുത്തി എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടില്ല എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ നിശബ്ദത അത് തീർച്ചയായും പലർക്കും ആഘാതം സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. സമാധാനം നിങ്ങൾ നഷ്ടപ്പെടാതെ, ആ കൊടുങ്കാറ്റിൽ നിങ്ങൾ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾ ഭഗവാന്റെ ആ പദ്ധതിയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട് എങ്കിൽ ആ നിയന്ത്രണം നിങ്ങൾ ഉപേക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം അത്തരം കാര്യങ്ങളിൽ തോൽവി സമ്മതിക്കുകയാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടതായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ചതായ പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള ശ്രമമായി തന്നെ നിങ്ങൾ അതിനെ കാണണം. തീർച്ചയായും ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ദൈവികമായ കരം നിങ്ങൾക്കൊപ്പമുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. ആ ശക്തിയുടെ നാമം കമന്റായി ഏവരും രേഖപ്പെടുത്തൂ.